എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ഹോണ്ടഡ് മാൻഷൻ ആയിരിക്കും ഇപ്പൊ കാണിക്കുക. അതിന് തൊട്ടു മുൻപിലായി ആ വലിയ കാട്ടിലൂടെ ഒരുപാട് സോംബീസ് ഒക്കെ അങ്ങനെ ഹായായിട്ട് നടന്നു വരാണ്. അവരുടെ കൈകളിലാണെങ്കിൽ വലിയ എന്തോ ബോള് പോലത്തെ സാധനം. കട്ട് ചെയ്താ ഇവിടെ നാമി, ഉസോപ്പ്, ചോപ്പർ, അവർക്ക് 3 പേർക്കും ഇപ്പൊ അവരുടെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും. കാരണം ഇത്രയും നേരവും അവര് നല്ലവനാണെന്ന് കരുതിയ ആ ഡോക്ടർ, അവനാണ് യഥാർത്ഥ വില്ലൻ. മാത്രമല്ല അവനത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. നാമി ദേഷ്യപ്പെട്ട് ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? സോംബീസ്, പ്രേതങ്ങള്, ഹോണ്ടഡ് മാൻഷൻ, ഇതൊക്കെ വെച്ചിട്ട് മറ്റുള്ളവരെ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? വില്ലനാണെങ്കിൽ ഇപ്പൊ നാമിയുടെ ചോദ്യമൊക്കെ കേട്ട് അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. പക്ഷെ നാമി, അവൾക്ക് അവളുടെ ദേഷ്യം അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവള് പറയും, നീ ചിരിച്ചതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. നീ സെർവന്റ് ആണെന്ന് പറഞ്ഞ ഈ സിൻഡ്രി പെണ്ണ്, അവൾ ആക്ച്വലി ആരായിരുന്നു, എങ്ങനെയുള്ളവളാണ്, 10 വർഷം മുൻപ് അവൾ എങ്ങനെ മരണപ്പെട്ടു എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. അത് കേട്ട് ആ വില്ലന് സഹിക്കാൻ കഴിയില്ല. അവൻ ഫുൾ കലിപ്പില് നമ്മുടെ ആൾക്കാരോട് ചോദിക്കും, സത്യം പറയ്, നിങ്ങൾ ആ റൂമിലേക്ക് പോയോ? അതിന് നമ്മുടെ ആൾക്കാര് അവർ തല താഴ്ത്തി നിൽക്കും. നിങ്ങൾ എന്റെ പെർമിഷൻ ഇല്ലാതെ ആ റൂമിലേക്ക് പോയല്ലേ? അതിനുശേഷം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾ കണ്ടു മനസ്സിലാക്കി. ഇനി ഒരു കാരണവശാലും നിങ്ങളെ ജീവനോടുകൂടെ പുറത്തേക്ക് വിടുന്ന പ്രശ്നമില്ല. സിൻഡ്രി, എത്രയും പെട്ടെന്ന് ഇവരെ 3 പേരെയും ഇല്ലാതാക്കണം. സിൻഡ്രി ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് റെഡിയാവും. അതിനാ ഡോക്ടർ പറയും, ഇവരെ കൊല്ലണ്ട, മറിച്ച് വേൾഡ് ഓഫ് ഷാഡോയിലേക്ക് ഇപ്പൊ തന്നെ ഇവരെ അയക്കണം. ഐലാൻഡിൽ നരകിച്ച് ജീവിക്കുന്നത് എനിക്ക് കാണണം. വെളിച്ചത്തിലേക്ക് പോവാൻ കഴിയാതെ ഓരോ നിമിഷവും ഇവര് നേറി ജീവിക്കണം. ചോപ്പർ പറയും, അയ്യോ വേണ്ട വേണ്ട, ദയവ് ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല അതൊന്നും ചെയ്തത്. നമ്മുടെ ആൾക്കാർ പുറകിലേക്ക് തിരിഞ്ഞ് ഓടാൻ ശ്രമിക്കുമ്പോഴേക്കും ആ സാമുറായി, അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ തൊട്ടു പുറകിൽ വന്ന് അങ്ങനെ ഹായായിട്ട് നിൽക്കും. അങ്ങനെ 2 സൈഡിൽ നിന്നും നമ്മുടെ ആൾക്കാർ ലോക്കായി കഴിഞ്ഞു. ആ സാമുറായിക്കാണെങ്കിൽ നാമെ ഒരുപാട് ഇഷ്ടാവും. വാവ്, യു ആർ ബ്യൂട്ടിഫുൾ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടായി. നാമി അത് കേട്ട് ഷോക്കാവും. കാരണം ആ ഒരു സാമുറായിക്ക് കണ്ണില്ല. അതിനവൻ പറയും, എനിക്ക് നിന്നെ കാണാൻ കണ്ണിന്റെ ആവശ്യമില്ല. എന്റെ ഉൾക്കണ്ണ് വെച്ച് ഞാൻ നിന്നെയും നിന്റെ സൗന്ദര്യത്തെയും ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അവൻ പറയും, ഞാനൊരു സാമുറായി ആണ്, എന്നെ കണ്ട എല്ലാവരും പേടിക്കും. ഞാൻ ഈ മാൻഷന്റെ ബോഡി ഗാർഡാണ്. നാമിക്കാണെങ്കിൽ അവന്റെ ചിരിയും ആക്ഷനും സംസാരമൊക്കെ കാണുമ്പോൾ തന്നെ ഓർമ്മ വരിക ബ്രൂക്കിനെയാണ്. അവന്റെ സംസാരവും നടപ്പും എല്ലാം തന്നെ ആ ബ്രൂക്കിനെ പോലെ തന്നെയുണ്ട്. അപ്പ ഡോക്ടർ പറയും, ഈ ഒരു സോംബിക്ക് ഭയങ്കര കഴിവാണ്. മറ്റുള്ളവരെ പോലെയല്ല, എല്ലാവരെയും പെട്ടെന്ന് തന്നെ വെട്ടിലാക്കാനും തകർത്തില്ലാതാക്കാനും ഈ ഒരു സോംബിക്ക് വളരെ എളുപ്പം കഴിയും. ഉടനെ ആ സാമുറായി, അവനാണെങ്കിൽ അവന്റെ സ്ക്വാഡൊക്കെ എടുത്ത് അങ്ങനെ നടന്നു വരും. അവന്റെ സ്ക്വാഡും വരവൊക്കെ കാണുമ്പോ നമ്മുടെ ആൾക്കാർ കിടിങ്ങി വിറയ്ക്കാണ്. പക്ഷെ അവനങ്ങനെ ക്യാഷ്വൽ ആയിട്ട് നമ്മുടെ ആൾക്കാരെ പാസ് ചെയ്തു പോയി ആ സിൻഡ്രിയുമായിട്ട് കൊഞ്ചിക്കൊഴഞ്ഞു നിൽക്കുകയാണ്. ആ ഗ്യാപ്പിൽ നമ്മുടെ ആൾക്കാര് ഇപ്പൊ കൗണ്ട് ചെയ്യാൻ തുടങ്ങും. 1 2 3 എന്ന് പറയുമ്പോഴേക്കും അവര് 3 പേരും ആ ഡോറ് വഴി ഓടാൻ ശ്രമിക്കും. പക്ഷെ ആ ഡോക്ടർ ആ ഡോറിന് നോക്കി ജസ്റ്റ് ഒന്ന് സ്നാപ്പ് ചെയ്യും. ഡോറ് മുകളിൽ നിന്ന് താഴേക്ക് വന്ന് വീണ് അടയും. ഉടനെ ആ സാമുറായി അവൻ അങ്ങനെ ടേൺ ചെയ്ത് കത്തിയെടുത്ത് ആഞ്ഞു വീശും. ചോര തുളുമ്പി നമ്മുടെ 3 ആൾക്കാരും തെറിച്ച് വീഴാണ്. കട്ട് ചെയ്ത ആ കാട്ടില് സോംബീസ് ഇപ്പോഴും അങ്ങനെ ഹായായിട്ട് നടന്നു വന്നോണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ലൂഫിയും ടീമും ആണെങ്കിൽ ആ മാൻഷന്റെ ഡോറ് അത് സിമ്പിൾ ആയിട്ട് തുറന്ന് അകത്തേക്ക് വരികയാണ്. ലൂഫി നാമിയെ, ചോപ്പറിനെ, ഉസോപ്പിനെ ഒക്കെ മറന്ന് ഇപ്പൊ ആ മാൻഷന്റെ ഭംഗി അതങ്ങനെ ആസ്വദിച്ച് നിൽക്കും. ഡോക്ടർ ഗഗ്ഗോമുറിയ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇത് ഞാനാണ് ലൂഫി എന്നൊക്കെ ലൂഫി വിളിച്ചു പറയും. അപ്പൊ ചുറ്റുമുള്ള ഫോട്ടോസ് അവറ്റകളെല്ലാം തന്നെ നമ്മുടെ ആൾക്കാരെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാര് അത് ശ്രദ്ധിക്കില്ല. അടുത്ത സെക്കൻഡ് ചുമരിലുള്ള ആ പന്നി അത് നമ്മുടെ ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങും. ഹായ്, വെൽക്കം ടു അവർ മാൻഷൻ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും നേരവും വെയിറ്റ് ചെയ്തത്. ആ പന്നി സംസാരിക്കുന്നത് കണ്ട് നമ്മുടെ ആൾക്കാർ ഷോക്കാവും. പന്നിയാണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിനോട് പറയും, ഇവർക്കുള്ള വെൽക്കം പാർട്ടി അത് എത്രയും പെട്ടെന്ന് കൊടുക്കണം. അടുത്ത സെക്കൻഡ് ഫോട്ടോയിലുള്ള മോൺസ്റ്റേഴ്സും ആ കാർപ്പറ്റ് കരടിയും എല്ലാം തന്നെ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ ഒത്തുകൂടും. പക്ഷെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ യാതൊരു കുലുക്കം ഉണ്ടാവില്ല. അടുത്ത നിമിഷം തന്നെ നമ്മുടെ ആൾക്കാർ എല്ലാവരും ചേർന്ന് അവറ്റകളെ അച്ചറം പൊച്ചറം അങ്ങനെ തല്ലാണ്. ലൂഫിക്കാണെങ്കിൽ അവറ്റകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. കളിയുടെ ഒക്കെ അവസാനം ബസൂക്ക എന്ന് പറഞ്ഞ് ലൂഫി അതിന്റെ മുഖത്ത് തന്നെ ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയില് ചോര തുളുമ്പി അത് താഴേക്ക് വീഴാണ്. അങ്ങനെ മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ആ മോൺസ്റ്റേഴ്സിനെ തല്ലി കൊന്നിരിക്കുകയാണ്.
പന്നിയാണെങ്കിൽ അതൊക്കെ കണ്ട് കിടുങ്ങി വിറയ്ക്കും. ഓൺ ദ സ്പോട്ട് നമ്മുടെ ആൾക്കാർ മുഴുവനും ഇപ്പൊ പന്നിയെ തുറച്ചു നോക്കും. കട്ട് ചെയ്ത ആ വില്ലന്മാര് അവരാണെങ്കിൽ നാമിയെയും ചോപ്പറിനെയും ഉസോപ്പിനെയും അവരെ 3 പേരെയും ഒരു ശവപ്പെട്ടിയിലിട്ട് അങ്ങനെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത കഴിഞ്ഞ എപ്പിസോഡ് മുതൽ നടക്കാൻ തുടങ്ങിയ നമ്മുടെ സോംബികള് അവരൊരു വിധത്തില് ആ വലിയ ബോളുമായി നടന്ന് ആ മാൻഷന്റെ അകത്തേക്ക് ഇപ്പൊ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം ഇവിടെ ലൂഫിയും ടീമും അവരാ പന്നിയെ വരട്ടി അവനോട് കാര്യങ്ങൾ ചോദിക്കും. സത്യം പറയടാ, നാമിയും ടീമും അവരെവിടെ? പന്നിയാണെങ്കിൽ അപ്പോഴും വിട്ടുകൊടുക്കില്ല. പറയും പേടിക്കേണ്ട ആവശ്യമില്ല, അവര് 3 പേരും സേഫാണ്. ജോറോ ദേഷ്യപ്പെട്ട് ചോദിക്കും, സത്യം പറയും അവരെവിടെ? അതിനവൻ പറയും, ഞാൻ പറഞ്ഞ സത്യമാണ്. നിങ്ങൾ നേരെ കാണുന്ന ആ സ്റ്റെപ്പ് അത് കയറി അകത്തേക്ക് പോവാണെങ്കിൽ അവരെ കാണാൻ കഴിയും. ഉടനെ അവരാണെങ്കിൽ അത് വിശ്വസിച്ച് മുകളിലേക്ക് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും അവരുടെ കൂടെ ഉണ്ടായിരുന്ന സാഞ്ചിയെ കാണാനുണ്ടാവില്ല. നമ്മുടെ ആൾക്കാർ തിരിഞ്ഞു നോക്കും. അപ്പൊ അടികെട്ടി വീണ് കിടക്കുന്ന സോംബീസ് അവര് ചിരിക്കുകയാണ്. അവര് മാത്രമല്ല, പന്നിയും ഇപ്പൊ നമ്മുടെ ആൾക്കാരെ നോക്കി കുലുങ്ങി ചിരിക്കും. സോറോ ക്യാഷ്വലായിട്ട് പറയും, അതൊന്നും കുഴപ്പമില്ല സാഞ്ചി, അവര് നല്ല പവറുണ്ട്, അവരെവിടെ പോയി വീണാലും ഈസി ആയിട്ട് തിരികെ വരും. നമുക്ക് എത്രയും പെട്ടെന്ന് നാമിയെയും ഉസോപ്പിനെയും ചോപ്പറിനെയും കണ്ടെത്തണം. അപ്പൊ അടുത്ത സെക്കൻഡ് ഇത്രയും നേരവും പേടിച്ച് വിറച്ചിരുന്ന ആ ഒരു പന്നി അത് ഫുൾ പവറില് നമ്മുടെ ആൾക്കാരോട് പറയും, ഇത് പറ്റി പേടിച്ചു പോയോ? ഇത് ഞങ്ങളുടെ കൊട്ടാരമാണ്, ഇവിടെ വന്ന് ഞങ്ങളെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്കാവില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നിങ്ങളുടെ ടീമിലുള്ള ഒരുത്തനെ ഞങ്ങൾ പൊക്കി. അങ്ങനെ ഓരോരുത്തരായിട്ട് ഞങ്ങൾ പൊക്കൂന്ന് പറയും. ഉടനെ റോബിന് പിടികിട്ടും, ഇവരെ എത്രയൊക്കെ അടിച്ചാലും ഇടിച്ചാലും ഇവരൊരു കാരണവശാലും സത്യമൊന്നും പുറത്തു പറയില്ല. റോബിൻ പറയും, നമുക്ക് തന്നെ എങ്ങനെയെങ്കിലും അവരെവിടെയുള്ളതെന്ന് കണ്ടുപിടിക്കാം. അതിന് സോറോ, ഇല്ല, നമുക്ക് വഴി കാട്ടാൻ പറ്റിയ ഒരാളുണ്ട്, അത് മറ്റാരുമല്ല ആ പന്നി. അത് കേട്ട ആ പന്നി അവൻ ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. അപ്പ ആ സോംബി പറയും, ധൈര്യമായിട്ട് പോയിക്കോളൂ, എത്രയും പെട്ടെന്ന് പോയാ നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് നരകത്തിൽ എത്തിച്ചേരാൻ കഴിയും. ഞങ്ങളുടെ മാസ്റ്ററെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അദ്ദേഹത്തിന്റെ പേരാണ് ഗക്കോ മുറിയ, ആ 7 വാർലാഡ്സില് ഒരാള്. ആക്ച്വലി ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാൻ പോലും ഒരുപാട് പേടിയാണ്. ഞങ്ങളുടെ വാർലാഡിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിലെ ഒരാളെ നഷ്ടമായില്ലേ, ഈ ഓരോരുത്തരെയായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിന് ലൂഫി കാഷ്വലായിട്ട് പറയും, നിങ്ങൾക്കതില് യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ ആരെയും പേടിക്കില്ല. നീ പോയി നിന്റെ വാർലാഡിനോട് ആ പറയുന്ന മെസ്സേജസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്ക്. ലൂഫി അവിടെയുള്ള ഒരു കട്ട അത് ചവിട്ടി പൊട്ടിക്കും. എനിക്കോ എന്റെ ടീമിലുള്ള ആർക്കെങ്കിലോ ഒരു പോറൽ പോലും സംഭവിച്ച പിന്നെ നിന്റെ ഗക്കോ മുറയെയും ഈ ഒരു ഐലാൻഡും ഒന്നും ബാക്കി ഉണ്ടാവില്ല. എല്ലാം ഞാൻ ചവിട്ടി പൊടിച്ച് ഈ കടലിൽ തന്നെ അങ്ങനെ താഴ്ത്തിക്കളയും. ലൂഫിയുടെ പവറും അവന്റെ ഡയലോഗും കേട്ട് അവരെല്ലാവരും പേടിക്കും. ഫ്രാങ്കി ആണെങ്കിൽ പന്നിയെടുത്ത് തോളത്തിടും. അത് നോ എന്ന് പറഞ്ഞ് അലറി കാറാൻ തുടങ്ങും. അങ്ങനെ ആ മാൻഷനിലൂടെ നമ്മുടെ ആൾക്കാര് ഉസോപ്പിനെയും അമ്മയെ അന്വേഷിച്ച് സ്റ്റൈലായിട്ട് പോവാണ്. അപ്പോഴായിരിക്കും ആ മാൻഷനിൽ ഒരു ശബ്ദം കേൾക്കുക, ഡിയർ മോൺസ്റ്റേഴ്സ്, നമ്മളെല്ലാവരും വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കാരണം നമ്മൾ ആരെയും പേടിയില്ലാത്ത വമ്പൻ ടീമാണ് ഇപ്പൊ നമ്മുടെ കെണിയിൽ വന്ന് പെട്ടിരിക്കുന്നത്. സോ എല്ലാവരും ഓരോ സെക്കൻഡും അലേർട്ട് ആയിരിക്കണം. കട്ട് ചെയ്ത ആ മാൻഷന് പുറത്ത് കാണിക്കും. ആക്ച്വലി ആ സോംബീസ് ബോൾ പോലെ കൊണ്ടുവന്നത് അത് മറ്റൊന്നുമല്ല, ഒരു ഡിസ്കോ ലൈറ്റ് ആണ്. സോംബീസ് ആണെങ്കിൽ ആ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഇപ്പൊ സ്റ്റൈലായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മറ്റൊരു സ്ഥലത്ത് ആ ഇൻവിസിബിൾ മാൻ അവനാണെങ്കിൽ ഏതോ ഒരു ഡോർ തുറന്ന് അകത്തേക്ക് വരും. അവിടെയാണെങ്കിൽ ഒരുപാട് ശവപ്പെട്ടികള്. അവൻ ആ ശവപ്പെട്ടികൾ നോക്കി പറയും, ഇന്ന് നിങ്ങളുടെ ദിവസമാണ്, നമുക്ക് പറ്റിയ ഒരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടം പോലെ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാം. ഉടനെ ഓരോ പെട്ടിയും തുറന്ന് മോൺസ്റ്റേഴ്സ് പുറത്തേക്ക് വരും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാരെ പൂട്ടിയിട്ട പെട്ടി അങ്ങനെ ചുമന്ന് എവിടേക്കോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ ഇൻവിസിബിൾ മാൻ, ഇതാണ് നമ്മുടെ സമയം, ഫൈറ്റ് ചെയ്യ്, തകർക്ക് എന്ന് വിളിച്ചു പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.